ആണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിൽ രണ്ട് സംഖ്യകളുടെ തുകയുടെ 1/3 14, വ്യത്യാസത്തിന്റെ പകുതി 4. സംഖ്യകൾ എക്സ് വൈ ആയാൽ സമവാക്യങ്ങൾ എഴുതുക. സംഖ്യകൾ കണക്കാക്കുക. അപ്പോൾ സംഖ്യകൾ എക്സും വൈയും ആണെന്ന് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ സമവാക്യം എഴുതാം. രണ്ട് സംഖ്യകളുടെ തുകയുടെ 1/3. അപ്പോൾ തുക എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ, അതിൻ്റെ 1/3. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? 1/3 കൊണ്ട് ഗുണിക്കണം. അതായത് 1/3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 14 എന്ന് കിട്ടും. അതായത് ഈ 3 അങ്ങോട്ട് കൊണ്ടുപോകാം. എക്സ് പ്ലസ് വൈ എന്ത് കിട്ടും? 14 × 3. അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 42 ആയിരിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇവിടെ എടുത്തെഴുതാം. എക്സ് പ്ലസ് വൈ 42. ഇത് അവസാന ഉത്തരം എഴുതിയാൽ നല്ലതായിരിക്കും. ഇനി വ്യത്യാസത്തിൻ്റെ പകുതി 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യത്യാസം എന്താണ്? എക്സ് മൈനസ് വൈ ആണ് വ്യത്യാസം. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ /2, അത് 4 ആണ്. അപ്പോൾ ഇതിൽ നിന്നും എക്സ് മൈനസ് വൈ 4 × 2, അതായത് 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അപ്പോൾ ഇവിടെ എക്സ് മൈനസ് വൈ 8, ഇതാണ് സമവാക്യം 2. അപ്പോൾ നമ്മുടെ എ പാർട്ടിൻ്റെ ഉത്തരമായി. ഓക്കെ, ഇനി നമുക്കറിയാം തുക 42, വ്യത്യാസം 8. അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യ എന്തായിരിക്കും? തുക പ്ലസ് വ്യത്യാസം /2. അപ്പോൾ 42 + 8/2, അത് 50/2. അപ്പോൾ 25. ഓക്കെ, ഇനി ചെറിയ സംഖ്യയോ? തുകയിൽ നിന്നും വ്യത്യാസം കുറച്ച് അതിൻ്റെ പകുതി. തുക മൈനസ് വ്യത്യാസം /2, 42 - 8/2. അപ്പോൾ എത്ര കിട്ടും? 34/2, 17. ഓക്കെ, അപ്പോൾ നമുക്ക് സംഖ്യകളായി. സംഖ്യകൾ 17, 25. ഓക്കെ, സംഖ്യകൾ 17, 25. അപ്പോൾ നമ്മുടെ സമവാക്യങ്ങൾ ഏതാണ്? എക്സ് പ്ലസ് വൈ 42 എന്ന് കിട്ടും, എക്സ് മൈനസ് വൈ 8 എന്ന് കിട്ടും. ഇനി സംഖ്യകളിൽ കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ തുക 42 വരും. അതിൻ്റെ 1/3 എടുത്താൽ 14 എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ ഇവർ തമ്മിലുള്ള വ്യത്യാസം 25 നിന്നും 17 പോയാൽ എത്രയാണ്? 8 അല്ലേ? 17, 8, 25. അതിൻ്റെ പകുതി 4. അപ്പോൾ ഉത്തരം ഓക്കെ.